വിഷു ഒക്കെ ഇങ്ങ് അടുത്തു. ഈ കൊല്ലത്തെ വിഷുവിന് എന്താ ഒരു വെറൈറ്റി സാരി ഉടുക്കുക എന്നോർത്തിരുന്നപ്പോഴത്തേക്കിനും പുറത്തു പോയി പുതിയത് മേടിക്കാൻ ഈ കൊല്ലം നമുക്ക് ബഡ്ജറ്റ് ഇല്ല ഗൈസ്. അതെ മമ്മ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വിഷുക്കോടി റെഡിയാക്കാൻ പറ്റുമോ? അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വിഷു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് റെഡിയാക്കാനാണ് ഇത്തവണത്തെ ആജ്ഞ. സോ ഞാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കണ്ടു ഗൈസ്. വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഓൺലൈനിൽ പോയി ഒരു ഡൈ അങ്ങ് ഓർഡർ ചെയ്ത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഫ്ലിപ്കാർട്ടിലാണ് ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം വീട്ടിലെത്തിയതിന് ശേഷം ഇവനെ പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ അതോ റിട്ടേൺ വിടണോ എന്ന് ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ്. നോക്കിയപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ഫിക്സർ, പിന്നെ ഇതൊരു ബ്ലൂ സാധനം മേത്തൂടെ ഇടാനായിരിക്കും എപ്രോൺ പോലെ. പിന്നെ ഇത് ഗ്ലൗസ് ആയിരിക്കണം. അപ്പം അങ്ങനെ നമുക്കൊരു കിറ്റ് റെഡി ആയിട്ട് വന്നിരിക്കുന്നു. റിട്ടേൺ വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോണ സാരി, അതായത് പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരി തന്നെ. അപ്പോൾ ഇത് ഞാൻ സാരിയുടെ ഫ്ലീറ്റ് എടുക്കുന്നത് പോലെ തന്നെ, അതായത് ഞാൻ എടുക്കുന്ന എൻ്റെ സൗകര്യത്തിനെല്ലാം ഒരു പരീക്ഷണമാണെന്ന് ഓർക്കണേ. സോ ദാറ്റ് എനിക്കൊരു ഹാഫ് വരെയുള്ള ഡൈ മതി. അതുകൊണ്ട് ഞാനൊരു ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഫ്ലീറ്റ് എടുത്തിട്ട് അത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നോട്ടൊക്കെ കെട്ടി അങ്ങ് സെറ്റാവുക. ഈ നോട്ടാക്ക് എത്ര പേര് നോട്ടൊക്കെ കെട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഈ ടൈ ചെയ്യണതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഹാഫ് ഡൈ എനിക്ക് മതി. ഫുള്ളായിട്ട് ഞാൻ ആ സാരിയെ മാറ്റില്ല. കാരണം നമ്മൾ ആ കേരള ട്രഡീഷണൽ സാരി തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു വെറൈറ്റി വരുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഈക്വൽ പോർഷനായിട്ട് ടൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഈ സാരി മുഴുവനും വാട്ടറിൻ്റെ അകത്ത്, പ്ലെയിൻ വാട്ടറിൻ്റെ അകത്ത് നമ്മൾ സോക്ക് ചെയ്യും. അത് കുറച്ച് നേരം 10 to 15 minutes അതൊന്ന് സോക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത് വെച്ചിരുന്ന കദം പക്ക റംഗിൻ്റെ ആ ഒരു കിറ്റിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഡോക്ടറൊക്കെ ആവണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു ഗൈസ്, ബട്ട് ആകാൻ പറ്റിയില്ല. ഇപ്പോൾ അതൊരു OT റൂമിലൊക്കെ കയറുന്ന പോലെയുള്ള പ്രിപ്പറേഷനായി എൻ്റെ ഏപ്രോണൊക്കെ ഇട്ട മാതിരി ഒരു ബ്ലൂ കളർ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു ഗ്ലൗസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കയ്യിലൊക്കെ കളേഴ്സ് പറ്റും. അപ്പോൾ അതിൽ നിന്ന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഗ്ലൗസ് കൊടുത്തതേ ഉള്ളൂ. അപ്പം ഗ്ലൗസൊക്കെ ഇട്ട് നമ്മളിപ്പം റെഡിയാകുന്നതാണ്. വാ എൻ്റെ കൂടെ പോരെ, ഓടി വാ. ഈ പാത്രത്തിലാണ് നമ്മളപ്പം ഡൈ ചെയ്യാനുള്ള വെള്ളം എടുത്തേക്കണം. എൻ്റെ കയ്യിൽ വേറെ സ്റ്റീൽ പാത്രം ഇല്ലായിരുന്നു, ക്വാണ്ടിറ്റി ഉള്ള വാട്ടർ വേണം. അതുകൊണ്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യമുള്ള വെള്ളം എടുത്തിട്ട് ചെറിയൊരു ചൂട് വന്ന് കഴിയുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കളറ്. അപ്പം ഞാൻ കാണിച്ചത് തന്നെയാണ് ഒരു സൺ ഓറഞ്ച്. ഞാനൊരു 2 സാഷി എടുക്കുക. അപ്പം 2 പാക്കറ്റിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്കാണ് ആദ്യമേ ഈ കളർ ഇടുന്നത്. പൊടി ഡയറക്റ്റ് സൊല്യൂഷനിൽ ഇടുന്നതിലും ഭേദം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്തിട്ട് അതിൻ്റെ ലംസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഈക്വലായിട്ട് സ്റ്റെയർ ചെയ്ത് നമുക്ക് വെസലിൻ്റെ അകത്ത് ഒഴിക്കാം എന്നോർത്താണ് ഞാനത് ചെറിയൊരു പാത്രത്തിൽ എടുത്തിട്ട് ഉപ്പ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഈക്വലൈസ് ചെയ്യുന്നത്. ഇതുപോലെ ലേശം വെള്ളം എടുത്തിട്ട് ആ സ്പൂണും കൊണ്ട് കരക്കി അതിൻ്റെ ലംസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ കസ്റ്റേർഡ് മിൽക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മ വന്നു ഗൈസ്. വായിൽ വെള്ളം വന്നു. പക്ഷേ വെള്ളം വന്നിട്ട് കാര്യമില്ല, ഇത് കളറാണെന്ന് നമ്മൾ ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും ഞാൻ എക്സ്പേർട്ടല്ല, പക്ഷേ അത്യാവശ്യം ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഞാൻ ചെയ്യും ഡാൻസിനൊപ്പം തന്നെ. അപ്പം അത് കണ്ടോ, നമ്മളതങ്ങ് സ്റ്റെയർ ചെയ്യുമ്പം അതിൻ്റെ ആ കട്ട, ആ ലംസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലിയർ ആകും. മൊത്തം പൊടി ആദ്യമേ വെള്ളത്തിലേക്ക് ഒഴിക്കണേലും ഭേദം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എന്താകുമോ എന്തോ, ദൈവത്തിൻ്റെ കയ്യിലല്ല. അപ്പം നമുക്ക് ഒഴിക്കാം. അത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. കാരണം എന്താണേലും വെള്ളത്തിൻ്റെ അകത്ത് ഈക്വലായിട്ട് ഇതാവണമല്ലോ. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് നമ്മളത് ആ കളർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലവണ്ണം ഒരു ചെറിയ 70 to 80 ഡിഗ്രി സെൽഷ്യസിലും വെള്ളം ചൂടാവണം കേട്ടോ.
സ്ഥലമുള്ളവർക്ക് കിച്ചണിൽ തന്നെ ഡൈ ചെയ്യാം കേട്ടോ. എനിക്ക് സാരി ആയതുകൊണ്ടും ഞാൻ അവിടെ നേരെ വേറൊരു സ്ഥലത്തേക്ക് ചൂടോടെ തന്നെ എടുത്തുകൊണ്ട് വന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാവുമ്പോൾ എനിക്ക് ഇവിടെ ഡൈ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാരി പയ്യതാ പൊക്കുന്നു. നല്ലപോലെ അങ്ങ് കുതിർത്ത് ശരിയായിട്ടുണ്ട്. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതാ നമ്മൾ കളറിലേക്ക് മുക്കാൻ പോകുകയാണ്. എന്താകുമോ എന്തോ, നല്ല ടെൻഷനുണ്ട് ഗൈസ്. കാരണം ഇങ്ങനത്തെ ഒന്നും പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ആകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൺ ഓറഞ്ച് ആയിരുന്നു അതിൻ്റെ കളറ്. ഏകദേശം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ നോട്ട് ടൈ ചെയ്തത് ഒരു ഉപകാരമായെന്ന് തോന്നുന്നു. കാരണം എനിക്കൊരു ഏകദേശം ഒരു ബോധം കിട്ടിയിട്ടുണ്ട് എവിടം വരെ മുക്കണം എന്നുള്ളത്. നല്ല രസം. വിഷു ആയതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ബ്രൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്ത്. ഇനിയിപ്പം ബ്രൈറ്റ് കളർ അല്ലെങ്കിലും ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് മുക്കാം. കാരണം നമ്മുടെ വീട്ടുകളിൽ എത്രയോ പ്രാവശ്യം ഉടുത്തിട്ട് നമുക്കിത് മടുത്തിരിക്കുന്ന സെറ്റ് സാരീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാരികൾ ഇങ്ങനെ കളർ മുക്കി അതിൻ്റെ കളർ മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. അവിടുന്ന് എടുത്തതിന് ശേഷം ഒരു ഫിക്സറുണ്ട്. അപ്പോൾ ഈ ഫിക്സർ അത് ആ പാക്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇതും 2 പാക്കറ്റാണ് എടുത്ത് ഒരു ടബിൻ്റെ അകത്ത് ചെറുതായിട്ട്, അതായത് നമ്മുടെ ആ സാരി മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. അത് ആ ഫിക്സർ കൂടെ ഇട്ട് നമ്മൾ ആ സാരി ഒന്ന് ഡിപ്പ് ചെയ്താലേ ആ ഡൈ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഈ ഫിക്സർ സൊല്യൂഷനെ നല്ലപോലെ തവി വെച്ച് ഇളക്കുന്ന മാതിരി, സദ്യക്ക് സാമ്പാർ ഒരുക്കുന്ന മാതിരി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ വെള്ളത്തിൽ അലിയണമല്ലോ. ഡാൻസിന് പോലും ഇത്രയും മടുപ്പില്ല. അടുത്തതായിട്ട് നമ്മൾ പൊക്കാൻ പോവുകയാണ് നമ്മുടെ ഡൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത്. ഞാൻ അവിടുന്ന് പൊക്കി ഏകദേശം കളറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് മുക്കണമെങ്കിൽ ഫുള്ളായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വേറെ സാരി തന്നെ കിട്ടും. എനിക്ക് നോസ്റ്റാൾജിക് ടച്ച് തന്നെ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഹാഫായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഈ ഡൈ വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല സൺ ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. അവിടുന്ന് ഞാൻ ഇവനെ അങ്ങ് പൊക്കി ഫിക്സർ സൊല്യൂഷനിലേക്ക് അങ്ങ് ഇടുന്നു. ചെറുതായിട്ട് ആ കളറൊന്ന് ബ്ലീഡ് ആവും. അത് നമ്മൾ ഡൈ ചെയ്തല്ലോ അന്നോർത്ത് നിങ്ങളാരും വെപ്രാളപ്പെടേണ്ട, കരിയും വേണ്ട ഗൈസ്. അതങ്ങനെയാണ്. അപ്പോൾ അവിടെയും ഒരു 10-15 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10-15 മിനിറ്റിന് ശേഷം അവനെ അങ്ങ് പൊക്കുക. പൊക്കിയതിന് ശേഷം ലേശം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിഴി കഴിഞ്ഞ് ഓടിക്കണം. അവനെ അങ്ങോട്ട് ടാപ്പ് അങ്ങ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ അങ്ങ് വാഷ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ട് ആ കളറൊന്ന് ബ്ലീഡ് ആവും. അതങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ കഴുകുക. അത് ഫസ്റ്റ് വാഷല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കഴുകാൻ വേണ്ടി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊട്ടും ബ്ലീഡ് ആവില്ല കേട്ടോ ഗൈസ്, പേടിക്കണ്ട. വേണ്ട, നമ്മളത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ല പോലെ അവനെ അങ്ങോട്ട് റണ്ണിങ് വാട്ടർ, നോർമൽ വാട്ടറിൻ്റെ അകത്തേക്ക് നല്ല പോലെ ഊരിപ്പിഴിഞ്ഞങ്ങ് എടുക്കുക. ഫൈനലി ഗൈസ് ഇവനെ അഴയെ കൊണ്ടൊന്ന് വിരിച്ചു. ഇനി ഏത് ഡ്രസ്സാണോ ഡൈ ചെയ്യുന്നത് ആ ഡ്രസ്സ് എപ്പോഴും ഷെയ്ഡിലേ ഡ്രൈ ചെയ്യാവുള്ളൂ. ഇനി നിങ്ങൾക്ക് പശ മുക്കേണ്ടവരാണെങ്കിൽ പശ തീർച്ചയായിട്ടും മുക്കണം. 24 തൊട്ട് 48 മണിക്കൂർ അവിടെ കിടന്ന് ആ കളർ അബ്സോർവായി നല്ല പോലെ അങ്ങ് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം അതിനെ നല്ലപോലെ അയൺ ചെയ്ത് എടുക്കണം. ഒരു യെല്ലോ കളർ ഒരു ബ്ലൗസ് ആയിരിക്കും ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നത്. അപ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് ലുക്ക് ഇതാണ്. അതായത് നമ്മൾ ഒരു സാരി ഡൈ ചെയ്ത് ഒരു ഹാഫ് സാരി പോലെ, ഇത് സാരിക്ക് മാത്രമല്ല ഹാഫ് സാരിക്ക് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. സാധാരണ പ്രിൻസ് ഉണ്ട്, നമുക്കിപ്പം ഫാബ്രിക് പെയിൻറ്റ്, എല്ലാത്തിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. അപ്പം ഹാപ്പി വിഷു ടു ഓൾ. ബൈ ബൈ.